ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈമിനെ വീണ്ടും നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ട് വന്നേക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വൈകിട്ട് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ, ഞാനും അമ്മയും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിൽ പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കൂടെ എല്ലാം കാണാം. ഓക്കെ, ഒത്തിരി ദൂരമൊന്നും അല്ല, ഇവിടെ അടുത്ത് തന്നെയാണ് കടയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഞാനും അമ്മയും പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കടയൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് കൊണ്ട് നേരത്തെ ഒത്തിരി നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറച്ച് താഴോട്ട് നടന്നു നേരെ കവലയിലോട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വന്ന വഴിക്ക് ഞങ്ങളുടെ പൂച്ചക്കുട്ടികളെ ആക്രമിക്കാൻ വന്ന രണ്ട് പൂച്ചകളെ, ഒരു പൂച്ചയെ കണ്ടു. അപ്പോൾ അതിന് അതിൻ്റെ പുറകെ ഓടിയതാണത്. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുറകെ കാണിച്ചത് ഞങ്ങളുടെ വീടാണ് അവിടെ ഇരിക്കുന്നത് കാണുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്. പുറകെ കാണുന്ന വലിയ വീടല്ല, ഈ സൈഡിലെ വെട്ടം കാണുന്ന വീടാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്. അങ്ങനെ ഞാനും അമ്മയും വഴിയിലെത്തി. അത് സാധനങ്ങൾ മേടിച്ച വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അതൊക്കെ എനിക്ക് ചമ്മല. ഇനി പതുക്കെ അതൊക്കെ മാറ്റിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നടക്കട്ടെ. അങ്ങനെ ഞാനും അമ്മയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അമ്മ ഫ്രണ്ടിൽ നടക്കുവാണ്. അങ്ങനെ നമുക്ക് ഇതാണ് ഗൈസ് ഞങ്ങളുടെ പൊന്നിക്കുട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലി സ്ഥലത്തായിരുന്നു. അപ്പം എന്താ പറയുന്നത്, അമ്മയും അനിയത്തിയും കൂടെ വഴിയുടെ അതായത് ഞങ്ങൾ നേരത്തെ താമസിച്ച വീടിൻ്റെ അവിടെ ഒരു വരുന്ന വഴി ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയുടെ അവിടെ ഇവളെയും സഗു മറ്റേ ആമ്പൂച്ച വിളിക്കുന്ന പേര്. അപ്പോൾ ഇവളെയും സഗുവിനെയും പൊന്നുവിനെയും കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ്. പണ്ടൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ പൂച്ചകളെ എനിക്കിഷ്ടമേ അല്ലായിരുന്നു. പൂച്ചേനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കണ്ടാൽ ഞാൻ കല്ലെടുത്തെറിയും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു പണ്ട് എൻ്റേത്. പക്ഷേ ഇവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം മാറി. ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞ് മാറ്റി നിർത്തേനെ ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊക്കെ നല്ല തിരുത്തിയെന്ന് പറഞ്ഞത്, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇപ്പോൾ ഇവരുടെ പുറകെയാണ്. അങ്ങനെയാണിപ്പോൾ ഞാൻ. ഇപ്പോൾ പൊന്നു പ്രഗ്നൻ്റായിരുന്നു. ഇപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. 2 പേരാണ്. അമ്മ അതുങ്ങൾക്ക് പേരിട്ടേക്കുന്നത് അപ്പു, അമ്മു എന്നൊക്കെയാണ് പേരിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൊന്നിക്കുട്ടി. ഭയങ്കര സ്വീറ്റ്. അതായത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കടിയൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷെ എന്നെ നമുക്ക് വേദന എടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് അമ്മ പേരിട്ട് അപ്പു, അമ്മു എന്നൊക്കെയാണ് ഇപ്പോൾ പേരിട്ടത്. ഇനി കാലക്രമേണ അതൊക്കെ മാറുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ചില സമയത്ത് നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മുടെ വായിൽ വരുന്ന പല പേരുകളുമായിരിക്കും പൂച്ചകൾക്കിടുന്നത്. അതുപോലെയാണ് സഗു എന്നുള്ള പേരൊക്കെ അമ്മ ആൺപൂച്ചി കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ അനിയൻ വന്നായിരുന്നു ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവന് കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കാപ്പി ഇടാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവന് കുടിക്കാൻ വേണ്ടിയിട്ട് കാപ്പി ഇടുവാണ്. അതേപോലെ ഞാനിപ്പോൾ അടുക്കളക്കകത്ത് ഒരു കാപ്പി ഇട്ടിട്ട് ഒത്തിരി നാളായി. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഇടുമല്ലോ. ഞാനങ്ങനെ അടുക്കളക്കകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടം ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാറുള്ളൂ വീട്ടിൽ. അപ്പോൾ ഈ ഉണ്ടാക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മയാണ് കൂടുതൽ ചെയ്യാറ്. ഞാൻ എല്ലായിടും വൃത്തിയാക്കി ഇടുക, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നീ അവന് കാപ്പി ഇടുന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദേഹത്ത് ടീഷർട്ടിൽ കാണുന്ന മൊത്തം പൗഡറാണ്. ഞാൻ അവിടെ നിന്ന് പൗഡർ എടുത്തപ്പോഴത്തേനും എൻ്റെ ദേഹത്തോട്ട് വീണു. അപ്പോൾ ആ പൗഡറാണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയാണെന്നൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ മറുപടിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അമ്മ പച്ചപ്പയറെടുത്ത് അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലോട്ട് എടുത്ത് മുമ്പ് കടയിൽ പോയി എൻ്റെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ വീണ്ടും പൊന്നോടി ഇരിപ്പുണ്ടായിരുന്നു. അവളെ എപ്പോൾ എനിക്ക് കണ്ടാലും അവളെ എനിക്ക് എടുക്കാൻ തോന്നും. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇതൊക്കെ. എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നത് എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാതെ എടുത്ത് എന്താ പറയുന്നത് അവിടെ വെക്ക് എന്നൊക്കെ പറയുന്നത് അമ്മ എൻ്റെ അടുത്ത് നിന്നിട്ട്. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ്.
അപ്പോൾ അവന് കഴിക്കാനുള്ളതൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് അമ്മയായിരുന്നു. അത് കഴിഞ്ഞ് എന്നാൽ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും ഭയങ്കര സ്നേഹവും അങ്ങനെ. സ്നേഹമില്ലെങ്കിലൊന്നുമല്ല, സ്നേഹം കേട്ടോ, സ്നേഹമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ അമ്മ കഴിക്കാനുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവൻ കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നതൊക്കെ അവന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ പുറത്തുനിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കാപ്പിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയോ ഞാൻ പറയാമായിരുന്നു അവർക്ക് ഇച്ചിരി പാലൊക്കെ. അപ്പോൾ പൊന്നുവാണെങ്കിൽ പണ്ട് പാലൊക്കെ കുടിക്കുമായിരുന്നു. ഇപ്പോൾ അവൾക്ക് പാലങ്ങനെ വേണ്ട. പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പാലങ്ങനെ വേണ്ട, കുടിക്കുന്നില്ല. ഞാനെന്തോ ഇന്നലെ കൊടുത്ത് നോക്കിയിട്ടാണെങ്കിൽ കുറച്ച് കുടിച്ചു, പിന്നെ അവിടെ വെച്ചിരുന്നല്ലേ അവൾ നന്നായിട്ട് പാലൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കൈയൊക്കെ പോയി നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് ഞാൻ എന്താ പറയുന്നത്, അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയായിരുന്നത്. എപ്പോഴും വിചാരിക്കും വണ്ണമൊക്കെ കുറയ്ക്കണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരാഴ്ച നന്നായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നടക്കത്തില്ല. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ പതുക്കെ നമുക്കെല്ലാം ശരിയാക്കിക്കൊണ്ട് വരണം എന്നൊക്കെ എനിക്ക് വിചാരമൊക്കെ ഉണ്ട്. നടക്കട്ടെ. നടക്കുന്നില്ല, നമ്മൾ പരിശ്രമിക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂംബ പോലെയുള്ള അങ്ങനത്തെ ഡാൻസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ കാപ്പിയൊക്കെ തിളച്ച് എന്നിട്ട് ഞാൻ അത് എന്താ പറയുക കൂട്ടാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്, അതെന്തോന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കടുപ്പ് ഇട്ട് ഇച്ചിരി കൂടിപ്പോയി. അതിൻ്റെത് എനിക്ക് ആവശ്യത്തിനധികം കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ. പിന്നെ എല്ലാവരും അവിടെ സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്നും അങ്ങനെ വെള്ളം കയറുന്ന പ്രദേശമൊന്നുമല്ല. പക്ഷേ കോട്ടയത്തിന് ആ കുമരകം, ഏറ്റുമാനൂർ അല്ലെങ്കിൽ നാഗമ്പടം സ്റ്റാൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ നന്നായിട്ട് വെള്ളപ്പൊക്കവും കാര്യങ്ങളും. പിന്നെ പുതുപ്പള്ളി ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു ഞാൻ. ഞങ്ങളിവിടെ ഒന്നും കുഴപ്പമില്ല, സേഫാണ്. അങ്ങനെ നല്ല മഴയുണ്ട്, നല്ല മഴ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് 3 മണിയൊക്കെ ആയെങ്കിലും ചിലപ്പോൾ ഒരു 6 മണി 7 മണിയുടെ പടുക്കാണ് ഇങ്ങനെ കാണുന്നത്. നല്ലത് വേറെ കുഴപ്പമൊന്നുമില്ല, സേഫാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കെട്ടിച്ചൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഒരു ഈവനിങ് ഡേ ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതുമല്ല. അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന ഒരു കാര്യമാണ്. കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. നല്ല രീതിയിൽ മുന്നോട്ട് നല്ല വീഡിയോ ഒക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു മൈൻഡാണ്. അപ്പോൾ എൻ്റെ മൈൻഡ് ഓക്കെ ആണെങ്കിലേ ഉള്ളൂ ഞാൻ വീഡിയോ ഒക്കെ എടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ഇതുവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.